ഹലോ, ഞാനിന്ന് വന്നിരിക്കുന്നത് ക്യാബേജ് തോരനല്ല കേട്ടോ. ക്യാബേജ് ഇളക്കുന്ന കണ്ടപ്പോൾ നിങ്ങളോർത്ത് ക്യാബേജ് തോരൻ ആയിട്ടുമായിരിക്കും ഞാൻ വന്നേക്കുന്നതെന്ന്. അതല്ല കേട്ടോ, ക്യാബേജ് എങ്ങനെ അരിയുന്നത് കാണിക്കുന്നതാണ് വീഡിയോ. പക്ഷേ അരിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാൽ അത് കുക്ക് ചെയ്യുന്നതും കൂടി എടുത്തേക്കാന്ന് ഓർത്തു. അപ്പോഴേക്കും നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മൾ ഉരുളനൊക്കെ അരിയുന്ന സാധനമില്ലേ, ഉരുളൻ, ആ സാധനം വെച്ചാണ് ഞാൻ ക്യാബേജ് അരിയുന്നത്. നല്ല സിമ്പിളാണ്, പെട്ടെന്ന് അരിഞ്ഞും തീരും, ഭയങ്കര നൈസാണ്. പക്ഷെ അത് വേവിച്ച് കഴിഞ്ഞ് കുഴഞ്ഞും പോവുകയില്ല, വിട്ട് വിട്ട് നിൽക്കുകയും ചെയ്യും. ഇത് വെച്ച് ക്യാരറ്റും സവോള എല്ലാം ഞാൻ ഇത് വെച്ച് തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത്. എല്ലാം ഒരേ ലെവലിൽ കിട്ടുമല്ലോ. കുറച്ച് തേങ്ങാപ്പീര ഇട്ട് നന്നായിട്ട് കൈ കൊണ്ട് പീച്ചി കുഴച്ച് നന്നായിട്ട് അമർത്തി നല്ലപോലെ ഉടച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, കരിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്, 2 പച്ചമുളക്, എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ചേർത്ത് നന്നായിട്ട് ആ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴയ്ക്കുക. കുഴയ്ക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് ചീനച്ചട്ടി കിടന്നുകൊണ്ട് അല്ലെങ്കിൽ പാനിൽ കിടന്നുകൊണ്ട് ഇത് ആവുന്നതിലും നല്ല നമ്മൾ കൈ കൊണ്ടൊന്ന് ഉടയ്ക്കുമ്പോൾ പെട്ടെന്ന് വേകുകയും ചെയ്തു. ഭയങ്കര നൈസാണ്. ഈ സാധനം വെച്ചൊന്ന് അരിഞ്ഞ് നോക്കണം കേട്ടോ നിങ്ങൾ. ഞാൻ എന്നിട്ട് ഒരു പാൻ എടുത്ത് കടുക് പൊട്ടിച്ച് കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇടുന്നുണ്ട്. ഒന്ന് ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയാണ്. അതൊരു ബ്രൗണിഷ് കളർ ആകുമ്പോഴേക്കും നമ്മൾ ഈ മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടി തിരുമ്മി വെച്ചിരിക്കുന്ന ക്യാബേജ് എടുത്തിടുക. ഇത് സദ്യയിലൊക്കെ ഇങ്ങനെയാണ് ക്യാബേജ് അരിഞ്ഞിട്ട് കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചാണ് തിരുമ്മി പൊത്തി വെച്ചേക്കും ഒരു 10-15 മിനിറ്റ്. അങ്ങനെ തന്നെയാണ് ഞാനിത് ക്യാബേജ് ഉണ്ടാകുന്നത്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ക്യാബേജ് തോരൻ. ഇതിപ്പം മഞ്ഞപ്പോൾ ഇത്തിരി കൂടുതലാണ്, ഞങ്ങളുടെ മഞ്ഞപ്പൊടിക്ക് ഇത്തിരി കളർ കൂടുതലാണ്, അതാണ് അങ്ങനെ ഭയങ്കര മഞ്ഞച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്നും മൂടി വെച്ച് പോലും വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അത്ര നൈസായിട്ട് നമുക്ക് ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉരുളനരിയുന്ന അത് വെച്ച് ക്യാബേജ് അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ എപ്പോഴും അത് വെച്ച് അരിയാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ. അത്രയ്ക്ക് ഇഷ്ടപ്പെടും നമുക്ക് ക്യാബേജ് അരിയാനായിട്ട്. ക്യാരറ്റൊന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല അരിഞ്ഞത്. പക്ഷെ ക്യാബേജ് നല്ല സൂപ്പറായിട്ട് നല്ല മൂടി വെച്ച് വേവിക്കേണ്ട, അതാണ് അതിൻ്റെ പ്രത്യേകത. അത് മൂടുമ്പോൾ ഇത്തിരി വെള്ളവും കൂടി ഇറങ്ങുമല്ലോ, അതിൻ്റെ ആവശ്യമേ വരുന്നില്ല. നമുക്ക് നല്ലപോലെ ഒലത്തി കിട്ടും. നല്ല ഒന്ന് വിട്ട് കിടക്കുന്ന രീതിയിലായിരിക്കും നമുക്ക് ക്യാബേജ് കിട്ടുക. അന്നേരം ഈ രീതി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബൈ.